ഹലോ ഫ്രണ്ട്സ്, മഴക്കാലമല്ലേ, നല്ല മഴയും തോട്ടിൽ ഇഷ്ടംപോലെ വെള്ളവും ഒക്കെ കാണുമ്പോഴേ പണ്ട് എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് ചിലപ്പം ഈ 90s കിഡ്സ് എന്ന് പറയുന്ന പിള്ളേർക്ക്, ഞങ്ങളുടെ കാലത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അത് കളക്ട് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്കൂളിലൊക്കെ പോയി വൈകുന്നേരം വന്നു കഴിയുമ്പോഴത്തേനും നല്ല തോട്ടിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി കുളിക്കാനങ്ങ് പോകും. പിന്നെ ഈ തോട്ടിൽ കിടന്നും മറിയില്ല. ചിലയിടത്തും ചെയ്യുന്നറിയോ, വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരും. പ്രത്യേകിച്ച് എൻ്റെ കാര്യം ഞാൻ പറയാം, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ വരുമായിരുന്നു. ഞങ്ങളിങ്ങനെ തോട്ടിലിങ്ങനെ കുളിക്കാൻ വേണ്ടി പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അമ്മ വരും. എടാ ശ്രീനാഥേ ഇതൊക്കെ വിളിച്ചിട്ട് ഇത് വടിയൊക്കെ എടുത്താൽ വരും. അപ്പം അത് അമ്മമാരെ പേടിയാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ അവർ അമ്മ വന്നിട്ട് പുറകെ വന്ന് തല്ലാൻ വേണ്ടി വരും. കാരണം പേടിയാണ്, വെള്ളത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ള പേടി കാരണം. ഞങ്ങൾ എന്നു വെച്ചാൽ ഞാൻ അമ്മയെ കാണുമ്പോഴത്തേന് എൻ്റെ തുണിയൊക്കെ എടുത്തിട്ട് ഓടും വീട്ടിലേക്ക്. ഓട്ടം വെച്ച് കൊടുക്കും. അതുപോലെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് കണ്ടില്ലെങ്കിൽ അമ്മ വരും. അത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കളിയുടെ പുറകെ തന്നെ, നമുക്ക് അന്നേരം ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയുള്ളൊരു നമ്മുടെ 90s കിഡ്സ് എന്ന് പറഞ്ഞാൽ അതും ആ ഒരു കാലം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം എന്നൊക്കെ പറഞ്ഞാൽ രസമുള്ള കാലമായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു അന്നത്തെ. ഇതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പുഞ്ചിരിയോടെ മാത്രമേ നമുക്കിത് ഓർക്കാൻ പറ്റത്തുള്ളൂ. അത് ഒരുപക്ഷെ ഇന്നത്തെ പിള്ളേർക്കത് എത്രത്തോളം കണക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നെല്ലാവരും മൊബൈലിൻ്റെ മുകളിലാണ്. അന്ന് നമുക്ക് പറയുന്ന മൊബൈലോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് ഞങ്ങളുടെ ഇവിടെ കുമ്പളക്കാട് എന്ന തോടൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയാണ് സ്ഥലപ്പേര്, ആ ഒരു തോടിൻ്റെ പേര് അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത് വേറെ തോടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് കുളിക്കാൻ പോകുന്നത്. ഈ കുമ്പളക്കാട് എന്നൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഡേഞ്ചറായ ഏരിയ ആണ്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഞാൻ കുളിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ലിജിത്ത്, അന്ന് ലിജിത്ത് ഉണ്ടാവും, പിന്നെ ആരാ, അനസ്, പിന്നെ നമ്മുടെ ഇവിടെ ഒരു മറ്റേ ആൽബിൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, പുള്ളി, പിന്നെ ആരൊക്കെയാന്ന് പറഞ്ഞായിരുന്നേ, അങ്ങനെ കുറേ പേരുണ്ട്. ആരൊക്കെയാന്ന് എനിക്ക് കൃത്യം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ആരൊക്കെയുണ്ട്. അപ്പം എല്ലാവരും കൂട്ടി ഇങ്ങനെ കുളിക്കാനും ഒക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ അങ്ങ് പോകും. സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ ഈ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടി അങ്ങ് തോട്ടിൽ പോവുക, അവിടെ കിടന്ന് ഉരുണ്ട് പറയുക. ഇത് രസം. അന്ന് കുറേ പേരുണ്ട്, ഞാൻ കുറച്ച് പേര് ഓർക്കുന്നില്ല പേര്, സത്യം പറഞ്ഞു ആരൊക്കെയാണെന്നുള്ളത്. കുറേ പേരുണ്ട്. അതിന് ഇവിടെ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞാൽ മഴക്കാലം വരുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുമെന്ന് പറഞ്ഞാൽ ഇതുള്ള കുറേ സംഭവങ്ങളാണ്. പിന്നെ ക്രിക്കറ്റ് ഒന്നും പറയണ്ട, ക്രിക്കറ്റ് ഭ്രാന്തെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ഭ്രാന്ത് അത് വേറെ സൈഡ്. പിന്നെ എനിക്ക് കുളത്തിലൊക്കെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്ക് നീന്തൽ അത്ര വശമില്ലാത്തതുകൊണ്ട് കുളത്തിലൊക്കെ പോകാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ തോട്ടിലൊക്കെ പോയി ചാടാൻ ഭയങ്കര ഇഷ്ടമാണ്. മോളിൽ നിന്ന് ഒഴുകി താഴെ വരുമല്ലോ. അങ്ങനെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. പ്രണവ് എവിടെ പോകുന്നില്ല? ഇതുണ്ടോ പ്രണവ്, കുറേ എണ്ണം ഉണ്ട് ഇതിനകത്ത്. എവിടെ കുറേ എണ്ണം ഉണ്ട്. എവിടെ പോകണം എല്ലാം കൂടി? വൈജേഷ് എവിടെ പോന്ന്? സിനിമയ്ക്കാ? പോയിട്ടോ. നമ്മുടെ ആൻറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ കാണാം.